ഇന്ന് രാവിലെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 18 കിലോ കഞ്ചാവ് പിടികൂടുന്നത്. വിമാനം ഇറങ്ങിയ ആളിൽ നിന്നാണ് ഇത്തരത്തിൽ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നത്. അദ്ദേഹം ഒരു ഏഷ്യൻ വംശജനാണ് എന്നുള്ള വിവരം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ എക്സ്റേ സ്ക്രീനിംഗ് ഓപ്പറേറ്റേഴ്സ് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ എന്തോ ബാഗിലുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ബാഗിനുള്ളിൽ ഒരു രഹസ്യ അറയുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ആ സമയത്ത് ഇയാളെ വിളിക്കുകയോ പരിശോധനയ്ക്ക് ഹാജരാകാനോ ഒന്നും പറഞ്ഞില്ല. കൃത്യമായി ഇദ്ദേഹത്തിനെ നിരീക്ഷിച്ച ശേഷം ദുബായ് കസ്റ്റംസ് അദ്ദേഹം വന്ന് ഈ ബാഗ് എടുക്കുന്നതോടുകൂടി ഇയാളെ പിന്നീട് പിടികൂടി തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ബാഗിനുള്ളിൽ ഒരു രഹസ്യ അറ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അവിടെ ഏതാണ്ട് 17 പാക്കറ്റുകളിലാക്കിയാണ് അദ്ദേഹം ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം പരിശോധന നടത്തുന്നു. അതിൽ നിന്ന് കഞ്ചാവാണെന്ന് വ്യക്തമാകുന്നു. ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഈ സ്ക്രീനിംഗ് പ്രൊസീജിയറിലൂടെ ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണിത്. അപ്പോൾ നിലവിൽ എന്തായാലും ദുബായ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം അനുസരിച്ച് ഇത്തരത്തിലുള്ള പരിശോധനയും ഒപ്പം തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയും ഒപ്പം സംശയം തോന്നുന്നവരെ അല്ലാത്ത തരത്തിലുമുള്ളത് പരിശോധിക്കുന്ന ഒരു രീതി കൂടുതൽ ശക്തമാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും 18 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഒപ്പം തന്നെ 17 പ്രത്യേക പൗച്ചുകളിലാക്കി അത് പാക്ക് ചെയ്ത രീതിയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. നിലവിൽ എവിടേക്കാണ് കൊണ്ടുവന്നത്, ഇദ്ദേഹത്തിന് മറ്റാരൊക്കെയായിട്ടാണ് ബന്ധം എന്നുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമാകും വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുക എന്നാണ് ദുബായ് കസ്റ്റംസ് അറിയിക്കുന്നത്.